ഈ ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്ന റെസ്ക്യൂയുടെ കാര്യത്തിലായിരിക്കും. അത് ആശ്വാസകരമായ വാർത്ത തന്നെയായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ആശങ്കപ്പെടേണ്ട ഒരു വലിയ സാഹചര്യമില്ലേ? പുതിയ ബ്ലോക്കാണെന്ന് മനസ്സിലാക്കുന്നു. 2 ദിവസം മുമ്പ് UPS റൂമിൽ തീപിടുത്തമുണ്ടാകുന്നു. ഇന്നിതാ ലൈറ്റിന് സ്വിച്ച് ഇട്ടപ്പോൾ അവിടെ വയറ് കത്തുന്നു. ഇതിൻ്റെയൊക്കെ നിർമ്മാണം, ഇതിൻ്റെയൊക്കെ ഓഡിറ്റിംഗ്, ഇതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് ഇതൊന്നും കൃത്യമായി നടക്കുന്നില്ല. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് അധികൃതർ നമുക്ക് ലഭിക്കുന്ന വിവരം? ഇത് ആദ്യത്തെ സംഭവമെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാകില്ല. ഒരു വലിയ സംഭവം സംഭവിച്ച് 2 ദിവസം പിന്നിടുന്നേ ഉള്ളൂ. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതൊരു പുതിയ ബ്ലോക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുഹൈൽ, ഈ ഘട്ടത്തിൽ നമുക്ക് പ്രാഥമികമായിട്ട് ലഭ്യമാക്കുന്ന ഒരു വിവരം, അതായത് നിലവിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായതിനു ശേഷം ഈ അതായത് പുതിയ ബ്ലോക്ക് അത് നാളെ പ്രവർത്തനം ആരംഭിക്കാനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇലക്ട്രിക്കൽ വിഭാഗം എഞ്ചിനീയറിംഗിന്റെ ഒക്കെ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പുതിയ ബ്ലോക്കിലെ പുതിയ സംവിധാനങ്ങൾ ഓൺ ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വയറിന് തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്നത്. ഇത് കൺഫേം അല്ല, നമ്മളെല്ലാവരും അങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അവിടെ അത്തരത്തിലൊരു പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. ആ പരിശോധനയ്ക്കിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്, ഈ തീ പിടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇത്തരത്തിൽ ഈ പുകയുയരുകയും പിന്നീട് ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന രോഗികളെയൊക്കെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം അത് സുരക്ഷ കൂടി കണക്കിലെടുത്താണ് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ആരോഗ്യവകുപ്പും അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് അവിടെ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ വിഭാഗം എഞ്ചിനീയറിംഗിന്റെ നേതൃത്വത്തിൽ അവിടെ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. ആ പരിശോധനയ്ക്കിടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ കാര്യമായിട്ട് ആർക്കും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന ഒരു വിവരവും ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ദിവസവും ആയിരക്കണക്കിന് രോഗികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നത്. അവിടെയാണ് തുടർച്ചയായി, അതായത് കഴിഞ്ഞ ദിവസം വലിയൊരു അപകടം ഉണ്ടായി, അതിൽ വലിയ രീതിയിലുള്ള പഴി കേൾക്കുന്നു. ഇന്നും പലതരത്തിലുള്ള പ്രതിഷേധ മാർച്ചുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ വിഷയം കെട്ടടങ്ങിയിട്ടില്ല. അതിന് തൊട്ടു പുറകെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നതും തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അതീവ ഗൗരവത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന ഇനി നടക്കേണ്ടതുണ്ട് എന്ന് വേണം നമുക്ക് ഇപ്പോൾ ഈ രണ്ടാമത്തെ ഇൻസിഡന്റോടു കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം കേശാലിറ്റിയിലെ താഴത്തെ നിലയിലാണ് ഇത്തരത്തിൽ ഈ സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് അത് മറ്റ് നിലകളിലേക്ക് ഈ പുക ഉയരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതേ കെട്ടിടത്തിലെ തന്നെ 6ാമത്തെ നിലയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഏറെ ചിന്തിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമേ ഇനി ആ കെട്ടിടത്തിലേക്ക് ഇത്തരത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങളുമായി വരുന്ന രോഗികളെ മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതിൽ വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടക്കണം. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രോഗികളെ ഒക്കെ തന്നെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഓൾറെഡി കഴിഞ്ഞ ദിവസം ഈ അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ ആ കെട്ടിടം പൂർണ്ണ തോതിൽ സജ്ജമല്ല. അവിടെ പലതരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നു, ക്ലീനിങ് ഉൾപ്പെടെയുള്ള പ്രോസസ്സുകൾ നടക്കുന്നു, മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും അനുബന്ധ പരിശോധനകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലൊരു അപകടത്തിന്റെ വാർത്ത വരുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നൽകാൻ സാധിക്കും. സുഹേൽ. ശരി, സ്വാഭാവികമായും ഒരേ ബ്ലോക്കിലെ 2 വ്യത്യസ്ത നിലകളിലാണ് ഇപ്പോൾ പുകയുയർന്നത്. അതായത് 2 ദിവസം മുമ്പ് താഴത്തെ നിലയിലാണെങ്കിൽ 6ാം നിലയിലാണ് പുകയുയർന്നത്. സ്വാഭാവികമായും എന്തെങ്കിലും അനുബന്ധമായ ബന്ധമുണ്ടോ, ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നടക്കം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ പരിശോധനയ്ക്കിടെ തന്നെയാണ് വയറിൽ പുക ഉയർന്നതെന്നടക്കമുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ വരുന്ന